വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. ഇപ്പം നമ്മുടെ രാജ്യം വളരെ ഒരു യുദ്ധസമാനമായ അവസ്ഥയിലൂടെ ഇപ്പം ഇന്ന് മോക്ക് ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ പങ്കെടുക്കുക, അതിനെപ്പറ്റിയുള്ള വാർത്തകൾ കാണുക, കൂടുതൽ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയുക അറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അപ്പോൾ ഇന്നലെ ഇന്റർ ബാഴ്സ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ പറയാ നല്ലൊരു മത്സരം തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ഇടുക അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂഷൻ നടക്കുന്നുണ്ട്. ആ പ്രൊഡ്യൂഷനിൽ കുറേ പേര് പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ ഐ ബട്ടണിലും തരാം. നിങ്ങൾ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പങ്കെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സമ്മാനം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. മുംബൈനെ എന്താ പറയാ മഴ രക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഒരു പതനം, ഒരു തിരിച്ചടി തന്നെ കിട്ടിയെന്ന് പറയാല്ലേ ശരിക്കും എം എയുടെ ഇതിനെ വെച്ചിട്ട്. എന്താണ് ഒരു കണ്ടിന്യൂസ് 6 വിജയത്തിന് ശേഷം മുംബൈ ഇന്നലെ ഗുജറാത്തിനോട് 2 വിക്കറ്റിന് തോറ്റിരിക്കുന്ന ഒരു കാഴ്ച. എന്തായാലും മഴ മാറി മാറി മഴയും കളിച്ചൊരു മത്സരത്തിലെ അവസാനത്തെ വിജയം, അവസാനത്തെ ആ ഒരു ഇത് ഗുജറാത്തിനൊപ്പമായിരുന്നു. എന്തായാലും ഗുജറാത്ത് തന്നെയായിരുന്നു ഡിസേർവിങ്. മുംബൈക്ക് ഒരുപാട് ചാൻസസ് കിട്ടി. അത് അവസാന ബോളിൽ വരെ കളിയിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരം മുംബൈക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗുജറാത്ത് അങ്ങനെ 3 വിക്കറ്റിന് മുംബൈക്കെതിരെ ജയിച്ചു മുംബൈയുടെ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഗുജറാത്താണ് ടോസ് കിട്ടിയത്. അപ്പോൾ ഗുജറാത്ത് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ അത് ശരിവെക്കുന്ന ഒരു പ്രകടനം തന്നെ ഗുജറാത്തിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയത്. നമുക്കറിയാം അവരൊരു ബോളേഴ്സിന്റെ ഒരു മികവ് ഈ സീസണിൽ എടുത്ത് പറയാൻ തന്നെ വേണം. എസ്പെഷ്യലി പ്രസിദ്ധ് കൃഷ്ണയെ പോലത്തെ ബോളേഴ്സിന്റെ ഒക്കെ ഒരു മികവ്. തുടക്കം തന്നെ രോഹിത് ശർമ്മനെ പുറത്താക്കുകയാണ്. പിന്നെ റിക്കൾട്ടനും പെട്ടെന്ന് തന്നെ പുറത്താകുന്നു. പക്ഷെ പിന്നീട് വിൽ ജാക്സും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് അത്യാവശ്യം നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് പോവാണ്. പക്ഷെ പിന്നീട് സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ വിൽ ജാക്സ് ഒരു 50 അടിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നലത്തേത്. അവര് നല്ല രീതിയിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു 11 ഓവറൊക്കെ ആകുമ്പോൾ 100 റൺസ് എത്തി. അത്യാവശ്യം നല്ലൊരു ഘട്ടത്തിലായിരുന്നു. ഒരുപക്ഷെ 200-ന് മുകളിലോട്ടൊക്കെ മുംബൈക്ക് എത്താവുന്ന ഒരു സന്ദർഭമായിരുന്നു. കാരണം അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് നമുക്കറിയാലോ, 7-8 ബാറ്റ്സ്മാൻമാരുണ്ട്. അപ്പൊ ഒരു ഘട്ടത്തിൽ 200-ന് മുകളിൽ വരെ പോകുമെന്ന് തോന്നിച്ചൊരു ഇതാണ് ഒരു റൺ സ്കോറായിരുന്നു അവരുടെ. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെയാണ് സായ് കിഷോർ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറുടെ ഒരു ഇൻട്രോ. അദ്ദേഹം 2 കീ വിക്കറ്റ്സ് അവിടെ എടുക്കുന്നു. പിന്നീട് ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് വീഴുന്നു, തിലക് വർമ്മയുടെ വിക്കറ്റ് വീഴുന്നു, നവംതിർ ഒരു അനാവശ്യ ഷോട്ടടിച്ച് നവംതിറിന്റെ വിക്കറ്റ് വീഴുന്നു. അപ്പോൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ആവുന്നു മുംബൈ. ബോഷ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ അവസാനത്തെ ഓവറിൽ നടത്തിയ ഒരു വെടിക്കെട്ടും കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു 130-140 ഇലയിൽ ഒതുങ്ങിപ്പോയാനെ മുംബൈയുടെ ഒരു ഇന്നിങ്സ്. എന്തായാലും 155 എന്ന് പറയുന്ന ഒരു സ്കോർ അതിൽ ഒതുക്കിയിടുകയാണ് മുംബൈനെ. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. കാരണം മുംബൈ ഇന്ത്യൻസ് പോലെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു ബാറ്റിംഗ് നിരയുള്ള ഒരു ടീമിനെതിരെ അതും അവരെ ഒരു 160-ന് താഴെ സ്കോറിലൊക്കെ പിടിച്ചിടുക പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷെ ആ സ്കോർ എടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. കാരണം ലോ സ്കോർ മുംബൈക്കെതിരെ ഒരു ലോ സ്കോർ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫ്. അത് ഫൈനൽ മത്സരങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ള കാര്യമാണ്. മുംബൈ 140 എടുക്കുന്നു, 130 എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എതിർ ടീമിന് തന്നെയാണ് സത്യം പറഞ്ഞാൽ പ്രഷർ. കാരണം അത്തരം സ്കോറുകൾ ഡിഫെൻഡ് ചെയ്യുമ്പോഴാണ് മുംബൈ അവരുടെ ആ ഒരു ആക്ച്വൽ ചാമ്പ്യൻ ഫേസ് പുറത്തേക്ക് എടുക്കുന്നത്. ഇന്നലെ ഈ അത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. തുടക്കം തന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ച ഗുജറാത്ത് ഓപ്പണേഴ്സ്. നമുക്കറിയാം നോർമലി വളരെ ഈസി ആയിട്ട് ബൗണ്ടറീസ് കണ്ടെത്തി വളരെ സിമ്പിളായിട്ട് റൺസ് കയറ്റുന്ന രീതിയാണ്. പക്ഷെ ഇന്നലെ ചഹറായാലും ബോൾട്ടായാലും അങ്ങനെ വിരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ച ഉണ്ടായത്. പവർ പ്ലേയിലൊക്കെ 30-ന് താഴെ സ്കോറിലാണ് പിടിച്ചിട്ടത്. സായ് സുദർശന്റെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ പുറത്ത് പോകുന്നു, ബോൾട്ട് എടുക്കുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വളരെ ശ്രദ്ധയോടെയാണ് കേട്ടോ ഗുജറാത്ത് ബാറ്റ്സ്മാൻമാർ കളിച്ചത്. കാരണം പിന്നീട് ഗില്ലും ബട്ട്ലറും കൂടി ഔട്ടായി കഴിഞ്ഞാൽ ആ ടീമിന് പിന്നീട് രക്ഷയില്ല. കാരണം ഷാറൂഖ് ഖാൻ ആയാലും തെവാത്തി ആണെങ്കിലും റഷീദ് ഖാൻ ആണെങ്കിലും ഇവരൊക്കെ എത്ര നേരം പിടിച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സംഭവം ഒരു ചെറിയ സ്കോർ ആണെങ്കിൽ പോലും അത് എടുക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മുംബൈ ബോളിങ്ങിനെതിരെ എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് വളരെ ശ്രദ്ധയോടെ കളിച്ച് വളരെ പയ്യാണ് സ്കോറിങ് കൂട്ടിയിരുന്നത്. ബട്ട്ലർ അത്യാവശ്യം ബൗണ്ടറീസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഗില്ലൊരു അറ്റത്ത് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടാണ് ഇന്നലെ കളിച്ചത്. ഗില്ലിന്റെ ഒരു ക്യാച്ചല്ലേ വിട്ടത്. ഇന്നലെ ഒരുപാട് ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടായി. അത് ഗുജറാത്തിന്റെ ഭാഗത്തുനിന്ന് ഇഷ്ടം പോലെ. എനിക്കൊന്ന് സൂര്യകുമാറിന്റെ വിൽ ജാക്സിന്റെയും ക്യാച്ച് മാറിയാണ് വിട്ടിരുന്നത്. സായ് സുദർശൻ, സിറാജ് അങ്ങനെ ഇവരൊക്കെ ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടായി. അപ്പോൾ ഒരുപക്ഷെ മത്സരം തോറ്റിരുന്നെങ്കിൽ അത് ഇതില് മറ്റേ ഫീൽഡിങ്ങിൽ മിസ്റ്റേക്ക് ആയിട്ട് ഗുജറാത്തിന്റെ ഭാഗത്ത് പോയാൽ. അതുപോലെ തിലക് വർമ്മ ഗില്ലിന്റെ ക്യാച്ച് ഒരു ഈസി ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച. അപ്പോ സ്പിൻ മാച്ചസ്. അപ്പൊ ഇന്നലെ പക്ഷെ പിന്നീട് ഒരു ബ്രേക്ക് ത്രൂ
അത് ആ ക്യാച്ച് വിട്ടതിന്റെ പിറ്റത്തെ ബോളിലാണ് ബട്ട്ലർ ഔട്ട് ആവുന്നതും. അപ്പോൾ പിന്നീട് റുദർഫോർഡ് വരുന്നു. അദ്ദേഹം മറ്റേ അധികം ബോൾ വേസ്റ്റ് ആകുന്നില്ല, വന്നുകൊണ്ട് തന്നെ അടി തുടങ്ങി. ആ റൺ റേറ്റ് കീപ്പ് ചെയ്ത് പോകാൻ, കാരണം നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. അപ്പൊ ഒരു മഴയുടെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആ DR സ്കോർ എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ ആദ്യത്തെ മഴയ്ക്ക് ഗുജറാത്തിന്റെ ഭാഗത്തായിരുന്നു, കാരണം അവര് DR സ്കോറിന് മുകളിലായിരുന്നു. അപ്പൊ ആദ്യത്തെ മഴ വളരെ ഇതായിട്ടാണ് കണ്ടിരുന്നത്. മുംബൈ ഫാൻസ് ഒക്കെ കുറച്ച് ഇതിലായിരുന്നു, ടെൻഷനിലായിരുന്നു. പക്ഷെ അത് മാറി, മഴ മാറി, വീണ്ടും കളി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഗില്ലിന്റെ വിക്കറ്റ് വീഴുന്ന കാഴ്ച, ഗില്ലിന്റെ വിക്കറ്റ് ബുംറ എടുക്കുന്ന കാഴ്ച, പിന്നീട് അടുത്ത ഓവറിൽ റുദർഫോർഡിന്റെ വിക്കറ്റ് അപ്പോ മത്സരം വീണ്ടും മുംബൈയുടെ ഭാഗത്തോട്ടായി. കാരണം പിന്നീട് ഷാറൂഖ് ഖാനും അതുപോലെ തെവാത്തിയ അടിക്കാം, ചിലപ്പോൾ 6 അടിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പിക്കാൻ പറ്റില്ല, അടിക്കോ അടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബുംറ ഷാറൂഖ് ഖാന്റെ വിക്കറ്റ് എടുത്ത ആ ഒരു മൊമെന്റില് കളി മുംബൈയുടെ ഭാഗത്തോട്ട് തിരിഞ്ഞു. സത്യം പറഞ്ഞ കളി മുംബൈക്ക് അഡ്വാൻറ്റേജ് ആയി. ആ സമയത്ത് DR സ്കോറും താഴെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് റഷീദ് ഖാന്റെ വിക്കറ്റ് അശ്വിനി കുമാർ എടുക്കുകയാണ്. ആ സമയത്ത് തെവാത്തിയും അതുപോലെ കോട്സയാണ് ക്രീസിലുള്ളൂ. ഒരു ബോളറും ഒരു ഓൾറൗണ്ടറും ആണ് ക്രീസിലുള്ളൂ. തീർച്ചയായിട്ടും മുംബൈക്ക് ജയിക്കാവുന്നൊരു സിറ്റുവേഷൻ. ആ സമയത്ത് മഴയും പെയ്യുന്നു. മഴ പെയ്ത് കളി 12:10 വരെ അങ്ങാണ്ടാണ് മാച്ച് ടൈം ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ മഴ തീർന്നില്ലെങ്കിൽ മുംബൈ ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ. മുംബൈ ഫാൻസ് ഒക്കെ വളരെ ഹാപ്പി, മുംബൈ ടീമും ഡഗ്ഔട്ടും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 12:20 വരെ ആക്കുന്ന, 25 വരെ അങ്ങാണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് മഴ തീർന്നു. അപ്പോൾ ലാസ്റ്റ് ഓവറിൽ 15 റൺസ് എന്ന ഒരു നിലയിലോട്ട് എത്തുന്ന ഒരു തെവാത്തിയായിരുന്നു ക്രീസിൽ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ബുംറ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. കാരണം ബുംറ 16ാമത്തെ ഓവറിലൂടെ ബുംറയുടെ ഓവർ കോട്ട് തീർത്തത് ഒരു മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വിക്കറ്റ് വീണു ഇല്ല എന്നല്ല, പക്ഷെ ബുംറേനെ ലാസ്റ്റിലോട്ട് വെക്കണമായിരുന്നു. അവിടെ ദീപക് ചാർ വരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബോൾ 4, രണ്ടാമത്തെ ബോള് സിംഗിള്, നോ ബോള്, പിന്നെ 6. അങ്ങനെ ആ ഓവറിൽ ഈസിലി കളിയൊക്കെയാണ്. ലാസ്റ്റ് ബോളിൽ പോലും മുംബൈക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, റൺഔട്ട് ചാൻസ് ഉണ്ടായിരുന്നു. അത് ഹാർദിക് പാണ്ഡ്യ ഒരു ഡയറക്റ്റ് ത്രോന് ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ആ കളി മുംബൈക്ക് ഒരു സമനില. സൂപ്പർ ഓവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ അവിടെ ബുംറ വരും എന്നുള്ളത്. അപ്പോ അതാണ് ഒരു കയ്യിൽ കിട്ടിയൊരു മത്സരമായിരുന്നു, അത് കളഞ്ഞു കളിച്ചു. അതിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഓവർ നോ ബോള് വൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് 10-18 റൺസ് ആ ഓവർന്ന് പോയി. അപ്പൊ ആ ഒരു ഓവറിലാണ് അവര് DR സ്കോറും മെറ്റ് ചെയ്ത് തന്നെ ഗുജറാത്ത്. എന്തായാലും അപ്പൊ മുംബൈനെ തോൽപ്പിക്കാൻ പറ്റുമോ ശ്രമിക്കുകയാണെങ്കിൽ? തോൽപ്പിക്കാൻ പറ്റും, പക്ഷെ ഇതുപോലെ ചില കാര്യങ്ങൾ കൂടിയും വേണം. എന്തായാലും നല്ല ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. എനിക്കൊന്ന് ഫീൽഡിങ്ങിലും ബോളിങ്ങിലും ഒക്കെ ചേഞ്ചസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാറ്റിംഗിലെ പെർഫോമൻസ്, ബോളിങ്ങിലെ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന്റെ ഒരു മോശം പെർഫോമൻസ്, കണ്ണട മാറ്റി റെഡി ആയി തന്നെ. അപ്പൊ എന്തായാലും GTയുടെ ഒരു പെർഫോമൻസ് എടുത്ത് പറയണല്ലേ, നമ്മളെ ആരും പറയാതെ അവര് മുമ്പത്തെ പണ്ടത്തെ ചരിത്രം ആവർത്തിക്കും തോന്നുന്നു. കാരണം മുംബൈനെ തന്നെ അവര് തോൽപ്പിച്ചു. അല്ല, പക്ഷെ ഇപ്പോഴും ആ ടീമില് എനിക്ക് ഒരു ഇതായിട്ട് തോന്നുന്നത് അവരുടെ ഒരു മിഡിൽ ഓർഡർ തന്നെയാണ്. കാരണം നമ്മുടെ അവരുടെ ടോപ്പ് ഓർഡർ നോക്കിയ ബട്ട്ലറും ഗില്ലും സായ് സുദർശനും 500 റൺസ് കവർ ചെയ്തേക്കാണ്. വേറെ ഒരു ടീമും അവരുടെ എൻ്റെ IPL ഹിസ്റ്ററിയില് 3 ബാറ്റ്സ്മാൻമാർ 500 റൺസിന് മുകളിൽ ഒരു സീസണിൽ എടുത്തിട്ടില്ല. പക്ഷെ ഗുജറാത്തിന്റെ 3 ബാറ്റ്സ്മാൻമാർ 500 റൺസിന് മുകളിൽ സീസൺ എടുത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ മിഡിൽ ഓർഡറും ലോവർ ഓർഡറും കാര്യമായിട്ടൊന്നും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ അവര് ഇതുവരെ പക്ഷെ ഒരു മത്സരത്തിൽ പെട്ടെന്ന് ഈ ടോപ്പ് 3 പുറത്താവുകയാണെങ്കിൽ ഗുജറാത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചതിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഷാറൂഖ് ഖാൻ ആയാലും തെവാത്തി ആയാലും ഒക്കെ നല്ല ഹിറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവരൊന്നും ഒരു ലോങ് ഇന്നിങ്സ് കളിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, കാരണം 5 വിക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ റഷീദ് ഖാനാണ് ഇറങ്ങുന്നത്. ബാക്കി എല്ലാ ടീമിലും 8 പ്യുവർ ബാറ്റ്സ്മാൻമാർ വരെ ഉണ്ട്. റഷീദ് ഖാൻ ഇന്നലെ തന്നെ റഷീദ് ഖാന്റെ വിക്കറ്റൊക്കെ നോക്കി മനസ്സിലാവും, ഒരു പിള്ളേരടിക്കുന്ന ഷോട്ടൊക്കെ അടിച്ചിട്ടാണ് പുള്ളി ഔട്ടാകുന്നത്. അപ്പോൾ ഗുജറാത്തിന് ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു രീതി, കാരണം പണ്ട് അവിടെ മില്ലർ എന്ന് പറയുന്നൊരു ഹിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ആരും ഇല്ല. അപ്പൊ അത് അത് തന്നെയായിരിക്കും ഗുജറാത്ത്. എങ്ങാനും ഒരു 3 വിക്കറ്റ് തുടക്കത്തിൽ പോയി കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ കാര്യം തീരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിവേ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. 3 പേര് അത്രയും കൺസിസ്റ്റൻസിയുള്ള 3 ടോപ്പ് 3 ആണ് അവർക്കുള്ളത്. അപ്പോൾ അത് മതി സത്യം പറഞ്ഞാൽ കപ്പടിക്കാം. പക്ഷെ ഇൻ കേസ് ഇപ്പൊ മുംബൈ പോലത്തെ ഒരു ക്വാളിറ്റി ബോളിംഗ് അല്ലെങ്കിൽ അവരുടെ ഓപ്പണിംഗ് സ്പെല്ല് ബുംറയും ബോൾട്ടോ അല്ലെങ്കിൽ ചഹറും ബോൾട്ടൊക്കെ വന്നൊരു 2 വിക്കറ്റൊക്കെ അവിടെ പോയി കഴിഞ്ഞാലാണ് സിറ്റുവേഷൻ വോഴ്സിനാവുക. എന്തായാലും
ഇന്നലെ വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം. അപ്പൊ എന്തായാലും GT ആരും എഴുതി തള്ളണ്ട, ഏത് വമ്പന്മാരെയും പിടിച്ചു കെട്ടുമെന്ന് കാര്യത്തിൽ GT തെളിയിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലെങ്കിലും. അതുപോലെ തന്നെ പ്ലേ ഓഫിന്റെ ഒരു ചിത്രവും ഏകദേശം വ്യക്തമായിട്ടുണ്ട് നിലവില്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ, അതായത് ചെന്നൈ ജയിക്കുക എന്നുള്ള അങ്ങനത്തെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്ലേ ഓഫിന്റെ ഒരു ചിത്രം ഏകദേശം വ്യക്തമായിട്ടുണ്ട്. പ്ലേ ഓഫിന്റെ നമ്മുടെ പ്രൊഡ്യൂസ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഇടാം. അപ്പൊ അതിലും പങ്കെടുക്കുക. നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ആയിട്ട് ഇടുക.